ഭാരതാംബയുടെ ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കനക്കുന്നതിനിടെ ദേശസ്നേഹത്തിന്റെ അടയാളപ്പെടുത്തലായി മാറുകയാണ് കാസർഗോഡ് അതിയാമ്പൂരിലെ സ്വാതന്ത്ര്യ സമര സേനാനി AC കണ്ണൻ നായരുടെ ദാരുശില്പങ്ങൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രതീകങ്ങളായ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, ഭാരതാംബ എന്നിങ്ങനെ നിരവധി ദാരുശില്പങ്ങളാണ് AC കണ്ണൻ നായർ ഒരുക്കിവെച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനികൾ ഭാരതാംബയ്ക്ക് നൽകിയിരുന്ന പ്രാധാന്യത്തിന്റെ നേർക്കാഴ്ചയാണ് കാഞ്ഞങ്ങാട് അതിയാമ്പൂരിലെ സ്വാതന്ത്ര്യ സമര സേനാനി AC കണ്ണൻ നായരുടെ തറവാട്ടിലുള്ളത്. എച്ചിക്കാനം തറവാടിന്റെ ഭാഗമായിരുന്ന അതിയാമ്പൂർ പത്തായപുരം മാളികയിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രതീകങ്ങളായ മഹാത്മാഗാന്ധി, ഭാരതാംബ എന്നിങ്ങനെ നിരവധി ദാരുശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുള്ളത്. കർഷകരുടെയും മഹാത്മാഗാന്ധിയുടെയും സർദാർ വല്ലഭായി പട്ടേലിന്റെയും രൂപങ്ങൾ കൊത്തിവെച്ച വാതിലിലൂടെ പത്തായപ്പുരക്കകത്ത് കടന്ന് മരപ്പടികൾ കയറി 1-ാം നിലയിലെത്തി മുകളിലോട്ട് നോക്കിയാൽ മേൽക്കൂരയിൽ ത്രിവർണ പതാക ഏന്തിയ ഭാരതാംബയുടെ രൂപം കാണാം. കണ്ണൻ നായരുടെ വീട്ടിൽ നിന്ന് ശേഖരിച്ച അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പുകളിൽ കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് വിവരണവുമുണ്ട്. ഇന്നും അമൂല്യനിധിയായി ന്യൂഡൽഹി പുരാരേഖ മ്യൂസിയത്തിലുള്ള ഡയറി കുറിപ്പുകളുടെ കൂടെ ചേർത്ത് വായിക്കാൻ പറ്റുന്നതാണെങ്കിലും ദാരുശില്പങ്ങളുടെ ചരിത്ര പ്രാധാന്യം രേഖപ്പെടുത്തി വെച്ചിരുന്നില്ല. 1905 അഭിനീന്ദ്രനാഥ് ടാഗോറാണ് ആദ്യമായി ഭാരതാംബയുടെ രൂപം ചിത്രീകരിച്ചത്. പിന്നീട് വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ ഭാരതാംബയുടെ രൂപത്തിൽ വരികയും ത്രിവർണ പതാകയേന്തിയ ഭാരതാംബയുടെ സങ്കല്പം സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം പടരുകയും ചെയ്തു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഭാരതാംബയുടെ ദാരുശില്പമായിരിക്കാം കാഞ്ഞങ്ങാട്ടെ AC കണ്ണൻ നായരുടെ ഭവനത്തിലുള്ളതെന്നാണ് കണക്കാക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്.